നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി മാസം 11-ാം തീയതി പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 10,18,000-ന് മുകളിൽ ആളുകൾക്ക് ധനസഹായം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അപേക്ഷ വെച്ചിട്ട് ആനുകൂല്യം ലഭിക്കാത്തവരെ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അക്കൗണ്ടിലേക്ക് തുക കയറും. ഇനി അതോടൊപ്പം തന്നെ പ്രോസസ്സിംഗ് ഒക്കെ കാണിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ വൈകാതെ ഇത് അപ്രൂവൽ ആകുന്നതും അക്കൗണ്ടിലേക്ക് തുക കയറുന്നതുമായിരിക്കും. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അതായത് റിട്ടേൺ ടു സിറ്റിസൺ, അതായത് നമ്മളുടെ അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക. അപേക്ഷയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലെ പൊരുത്തക്കേടുകളാവാം, ജനനത്തീയതി അല്ലെങ്കിൽ പേര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊരുത്തക്കേടുകൾ, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ക്ലാരിറ്റി ഇല്ലാത്തത് മൂലം. അപ്പോൾ അത് കൃത്യമായിട്ട് റീസബ്മിറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പൂർത്തിയാക്കിയെങ്കിലേ ധനസഹായം കിട്ടുകയുള്ളൂ. ഇനിയും അപേക്ഷ വയ്ക്കാൻ 10-15 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട്. എത്രയും വേഗം അങ്ങനെയുള്ളവരും അപേക്ഷകൾ വയ്ക്കുക. കാരണം എത്രത്തോളം നമ്മൾ വൈകുന്നോ അത്രയും ധനസഹായം നമുക്ക് കുറയുകയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. BPL, AVO, റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മറ്റ് ക്ഷേമ പെൻഷൻ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കാൻ പാടില്ല. സർക്കാരിൻ്റെ സ്ഥിര, താൽക്കാലിക, കരാർ ജോലികളിലുണ്ടെങ്കിലും അവർ അപേക്ഷ വയ്ക്കാൻ പാടില്ല. ബാക്കിയുള്ള അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക്, മറ്റ് വരുമാനമൊന്നുമില്ലാത്തവർക്ക് ഏറ്റവും വലിയ സഹായമാണ് ഈ 1000 രൂപ പദ്ധതി. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് പുതുക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുകയാണ്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. സർക്കാരിൻ്റെ സ്ഥിര, താൽക്കാലിക ജോലികൾക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്ക് സീനിയോറിറ്റി ഒരു പ്രധാന മാനദണ്ഡം തന്നെയാണ്. എന്നാൽ പല കാരണങ്ങളാൽ പുതുക്കാൻ സാധിക്കാതെ പോയവർക്ക് ഇളവുകളോട് പുതുക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. 1/1/1995 മുതൽ നിലവിൽ 31/12/2025 വരെയുള്ള കാലയളവിൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കാനുള്ളൊരു അവസരമാണ് ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ അവിടെ എത്തിച്ചേർന്ന് കൃത്യമായിട്ട് ഇത് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഓൺലൈൻ വഴി പുതുക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഓൺലൈൻ വഴി പുതുക്കാൻ പ്രശ്നമില്ലായെങ്കിൽ തടസ്സങ്ങളില്ല, നമുക്ക് പുതുക്കിയെടുക്കാം. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ചെന്ന് ഡോക്യുമെൻ്റ് ഹാജരാക്കി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട് അതുകൂടി ചേർത്തൊക്കെ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി, അതായത് നമ്മളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അപ്ഡേഷൻ വരുത്തുന്നതിന് വേണ്ടി നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ സേവനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ ചെയ്യേണ്ട പല കാര്യങ്ങളാണ് ഇപ്പോൾ മൊബൈൽ വഴി നമുക്ക് സാധ്യമാകുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് അപ്രന്റീസ്ഷിപ്പ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. 5138 ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. ഡിഗ്രി യോഗ്യതയുള്ള 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ഒരു വർഷത്തേക്കുള്ള നിയമനമായിരിക്കും. 15,000 രൂപയോളമൊക്കെ ആയിരിക്കും ഇൻസെൻറ്റീവായിട്ട് നമുക്ക് ലഭിക്കുക. ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക. ഫെബ്രുവരി മാസം 24-ാം തീയതി വരെയായിരിക്കും സമയമുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.